ഹായ്, ഇന്നൊരു നാടൻ ഫിഷ് ഫ്രൈൻ്റെ മസാലയാണ് കേട്ടോ. ഞാനിങ്ങനെ മസാല ഉണ്ടാക്കിയിട്ടേ കുറച്ച് ദിവസം ഫ്രിഡ്ജിലെടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫിഷ് കിട്ടുമ്പോൾ പെട്ടെന്ന് ഒരു ഫ്രൈ ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ തോന്നണമെങ്കിൽ പെട്ടെന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഉണക്കമുളക് കുറച്ച് നേരത്തെ തന്നെ ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോഴേ നമ്മൾ ഈ മസാല അരച്ചെടുക്കുമ്പോൾ നല്ലൊരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഉപ്പ്, നാരങ്ങനീര്, കറിവേപ്പിൻ്റെ ഇല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മാത്രം മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ആ മസാലയിൽ കുറച്ച് മസാല എടുത്തിട്ട് ഒരു 2-3 ഫിഷിൽ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട കേട്ടോ. ഇനി നമുക്കിതൊന്ന് തവ ഫ്രൈ ചെയ്യാനാണ്, ശാലോ ഫ്രൈ ആണ്. കുറച്ച് വെളിച്ചെണ്ണ മാത്രം എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ പാൻ വെച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണേ. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുമെന്ന് മാത്രമല്ല, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും, അടിയിൽ പിടിക്കില്ല കേട്ടോ. അപ്പോൾ അത് സിമ്മിലിട്ടിട്ട് ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 2 സൈഡൊക്കെ മറിച്ചിട്ടൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ ഈ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചോറിന് സാമ്പാറുണ്ട്, അതുപോലെ തന്നെ തോരനും അച്ചാറും പപ്പടം ഉണക്കമുളകൊക്കെ ഉണ്ട് കേട്ടോ. ചീനമുളക് മോരിലിട്ടതാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വത്തക്കേൻ്റെ ഒരു പീസ് അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലഞ്ച് പ്ലേറ്റ് നമുക്ക് നോക്കേ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക കേട്ടോ.